Happy welcome to my English class once again, dear friends. We are discussing NAS Plus 2 English classes module 3rd or lesson 3. അതിൽ നമ്മൾ ഒന്നും രണ്ടും സെക്ഷൻ തീർത്തു കഴിഞ്ഞതാണ്. Today we are going to discuss the section 3rd of this chapter. So what I want to say you beforehand is that those who doesn't watch the earlier parts of this story, ഈ കഥയുടെ ആദ്യ ഭാഗം വാച്ച് ചെയ്യാത്തവർ, അത് കേൾക്കാത്തവർ നിർബന്ധമായിട്ടും അതിൽ ഒന്നും രണ്ടും ഭാഗങ്ങളും മൂന്നും ഭാഗങ്ങളും കേട്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കേൾക്കുക. കാരണം ഇതൊരു കഥയാണ് ആർ.കെ. നാരായണൻ്റെ. അതുകൊണ്ട് തന്നെ ഒരു കഥയുടെ ഇടയിൽ കയറി നിങ്ങൾ പാഠം ശ്രവിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ഇതിൻ്റെ ആദ്യ ഭാഗങ്ങളെല്ലാം റെക്കോർഡഡ് ക്ലാസ് നമ്മുടെ യൂട്യൂബിൽ ലഭ്യമാണ്. അപ്പോൾ അത് കേട്ടതിന് ശേഷം നമ്മൾ ഈ ഭാഗത്തിലേക്ക് കേൾക്കുക. നമ്മുടെ ഇന്ന് സെക്ഷൻ, നമുക്കറിയാം ഈ കഥയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരു തമിഴ്നാടൻ വഴിയോര കാഴ്ചയാണ്. അവിടെ ഒരു ജ്യോത്സ്യൻ, ഭൂതം ഭാവി വർത്തമാനം പ്രവചിക്കുന്ന ഒരു ജ്യോത്സ്യൻ തൻ്റെ സാമഗ്രികളുമായി വഴിയോരത്ത് അതുവഴി കടന്നു പോകുന്നവരുടെ ഭാവി പ്രവചനം നടത്താൻ വേണ്ടി തയ്യാറായി നിൽക്കുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം തൻ്റെ ഭാവി പ്രവചനമെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം സന്ധ്യാസമയത്ത് തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ നിൽക്കുന്ന സമയത്ത് ഒരു സ്ട്രേഞ്ചർ അവിടെ കയറി വരികയും അദ്ദേഹവുമായിട്ടുള്ള സംഭാഷണമാണ് തുടങ്ങി വെച്ചത്. അതുവരെ ആ തമിഴ്നാടൻ വഴിയോര കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഈ കഥയിൽ വിവരിച്ചത്. ഇനി നമ്മൾ മെല്ലെ ഈ പാഠത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓക്കെ, ഐ തിങ്ക് യു ആർ ആൾ റെഡി ടു ഹിയർ ദ നെക്സ്റ്റ് പോർഷൻ ഓഫ് ദി സ്റ്റോറി ഡിയേഴ്സ്. നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ NIOSൻ്റെ ഈ PVN ഗ്ലോബലിൽ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്കറിയാം, കേരളത്തിലെ ഒട്ടുമിക്ക വിദ്യാർത്ഥികളും ശ്രമിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്ന ഒരു ക്ലാസ്സാണ് PVN ഗ്ലോബലിൻ്റെ +2 NIOS ക്ലാസ്സുകൾ. ഓക്കെ, നമുക്ക് പാഠത്തിലേക്ക് പോകാം. എല്ലാവരും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഉള്ളവരത്, അല്ല PDF ഉള്ളവരാണെങ്കിൽ അത് നിങ്ങളുടെ മുമ്പാകെ വെച്ച് ഒരു നോട്ട്ബുക്ക് സഹിതം ക്ലാസ് ശ്രദ്ധിക്കുക. അവർ ഫ്രണ്ട് ഫെൽറ്റ് പിക്യൂർഡ്. എൻ്റെ ഫ്രണ്ടിന് ആകെ ഒരു നീരസം തോന്നി. പിക്യൂർഡ് എന്ന് പറഞ്ഞാൽ നീരസം. അപ്പോൾ പറയുകയാണ് കഥാകൃത്ത്, ഐ ചാർജ് ഓൺലി 3 പീസ് പെർ ക്വസ്റ്റ്യൻ ആൻഡ് വാട്ട് യു ഗീവ് ഓട്ട് ടു ബി ഗുഡ് എനഫ് ഫോർ യുവർ മണി. എന്താ പറയുന്നതിന് അർത്ഥം? വീണ്ടും ജ്യോത്സ്യർ പറഞ്ഞു, ഞാൻ കേവലം 3 ചില്ലിക്കാശ് മാത്രമേ ഒരു ചോദ്യത്തിന് ഈടാക്കുന്നുള്ളൂ. അതായത് നീ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ ജ്യോതിഷ പ്രവചനം നടത്തുന്നതിന് ഞാൻ പ്രതിഫലമായി ആഗ്രഹിക്കുന്ന വാങ്ങുന്ന ഒരു പീസാണ്, ഒരു 3 പീസാണ്. അതായത് ഈ 3 പീസ് ഇവിടെ അർത്ഥം ചില്ലിക്കാശ് എന്നൊക്കെ പറയാറില്ല നമ്മൾ, അതാണ്. ഐ ചാർജ് ഓൺലി 3 പീസ് പെർ ക്വസ്റ്റ്യൻ ആൻഡ് മാത്രമല്ല വാട്ട് യു ഗെറ്റ് ഓട്ട് ടു ബി ഗുഡ് എനഫ് ഫോർ യുവർ മണി. ഇനി നിനക്ക് ആ 3 ചില്ലിക്കാശ് നൽകിയാൽ നിനക്ക് കിട്ടുന്നതോ എനഫ് ഫോർ ദ മണി, നീ തരുന്ന പൈസയ്ക്ക് ഓട്ട് ടു ബി ഗുഡ്, ഏറ്റവും നല്ലതായ പ്രവചനമാണ് നിനക്ക് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് നീ ഈ 3 ചില്ലിക്കാശ് തരുന്നതിൽ മടി ഒട്ടും കാണിക്കണ്ട എന്നർത്ഥം. ആസ് ദിസ് ദ അതർ, ഇത് പറഞ്ഞപ്പോൾ ദ അതർ മീൻ ദ അതർ പേഴ്സൺ വിഡ്രു ഹിസ് സം, അവൻ്റെ കൈ പിൻവലിച്ചു. കാരണം അവൻ്റെ കൈ വലിച്ചു നീട്ടിയിട്ടില്ല നിന്റെ കൈ ലക്ഷണപ്രകാരം എന്ന് പറഞ്ഞു നിർത്തിയത്. അതുകൊണ്ട് ഇത് കേട്ട മാത്രയിൽ അവൻ തൻ്റെ കൈ പിൻവലിച്ചു. ടുക്ക് ഔട്ട് ആൻ അണ, ഒരണ, അണ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കോയിൻ നാണയമാണ്. ടുക്ക് ഔട്ട് ആൻ അണ ആൻഡ് ഫ്ലങ് ഇറ്റ് ഔട്ട് ടു ഹിം, ഒരണ പോക്കറ്റ് ഒറ്റ വലിച്ചെറിഞ്ഞു കൊടുത്തു. എന്നാ പിടിച്ചോ, സെയിം പറഞ്ഞുകൊണ്ട് പ്രതിഫലമായിട്ട് ഒരണ തൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത്, നമ്മൾ ഇഷ്ടമില്ല അതെ ഒരാൾക്ക് പൈസ കൊടുക്കുമ്പോഴാണ് പൈസയൊക്കെ വലിച്ചെറിഞ്ഞു കൊടുക്കുക അല്ലേ. ഇവൻ 1 രൂപ എടുത്ത് വലിച്ചെറിഞ്ഞു കൊടുക്കും, സെയിം പറഞ്ഞുകൊണ്ട്. ഐ ഹാവ് സം ക്വസ്റ്റ്യൻ ടു ആസ്ക്, എനിക്ക് നിന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഐ ഹാവ് സം ക്വസ്റ്റ്യൻ ടു ആസ്ക്. ഇഫ് ഐ പ്രൂവ് യു ആർ ബ്ലഫിങ്, നീ ബ്ലഫ് അടിക്കുകയാണെന്ന് തെളിഞ്ഞാൽ, അതായത് നീ വെറുതെ എന്താണ് ബ്ലഫിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, വെറുതെ ഒരു പുകപ്പറച്ചിലാണെങ്കിൽ, യു മസ്റ്റ് റിട്ടേൺ, നീ തിരിച്ചു തരണം. ദാറ്റ് ആണ് ആ അണ ടു മീ വിത്ത് ഇൻട്രസ്റ്റ്, പലിശ സഹിതം നീ എനിക്ക് തിരിച്ചു തരണം. ഇൻട്രസ്റ്റ് ഇതാ പിടിച്ചോരാണ്. നീ ചപ്പുചവറൊക്കെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ തരുന്ന ആ അണയുടെ ഇരട്ടി നീ എനിക്ക് ഇൻട്രസ്റ്റ് സഹിതം എന്ന് പറഞ്ഞാൽ എന്താ, പലിശ സഹിതം തിരിച്ചു തരണം എന്ന് പറഞ്ഞു. ഇഫ് യു ഫൈൻഡ് മൈ ആൻസേഴ്സ് സാറ്റിസ്ഫാക്ടറി വിൽ യു ഗിവ് മീ 5 rupees. അതിരിക്കട്ടെ,
നിന്റെ ഭാഗം നീ പറഞ്ഞു, എന്റെ ഭാഗം ഞാൻ പറയട്ടെ. ഞാൻ തരുന്ന ഉത്തരം നിനക്ക് സാറ്റിസ്ഫാക്ടറി ആണെങ്കിൽ, സംതൃപ്തിയുള്ളതാണെങ്കിൽ നീ എനിക്ക് 5 റുപ്യ തരുമോ, 5 റുപ്പീസ് തരുമോ എന്ന് പറഞ്ഞു. അത് ആരുടെ ക്ലെയിമാണ്? നമ്മുടെ ജ്യോത്സ്യരുടെ പ്രവചനം നടത്തുന്ന ആളുടെ ഒരു ചലഞ്ചാണ്, വെല്ലുവിളി. ഇഫ് യു ഫൈൻഡ് മൈ ആൻസേഴ്സ് സാറ്റിസ്ഫാക്ടറി, എന്റെ ഉത്തരം സംതൃപ്തിയുള്ളതായി നീ കാണുകയാണെങ്കിൽ, വിൽ യു ഗിവ് മീ 5 റുപ്പീസ്, നീ എനിക്ക് 5 രൂപ തരുമോ എന്ന്. നോ, അല്ല, ഓർ അതൽ, വിൽ യു ഗിവ് മീ 8 അണാസ്, പോട്ടെ 5 രൂപ വേണ്ട, നീ എനിക്ക് 8 അണ തരുമോ, 8 അണാസ് തരുമോ. ആൾ റൈറ്റ്, ശരി, പ്രൊവൈഡഡ് മീൻ ഓൺ കണ്ടീഷൻ, പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട്. യു ഗീവ് മീ ട്വൈസ് ആസ് മച്ച് ആസ് ഇഫ് യു ആർ റോങ്. പക്ഷേ നീ പറയുന്നത് തെറ്റാണെങ്കിൽ നീ എനിക്ക് ഇരട്ടി തരേണ്ടി വരും, ഞാൻ തരുന്നതിന്റെ ഇരട്ടി തരേണ്ട, അതാണ് കണ്ടീഷൻ. പ്രൊവൈഡ് മീൻ ഓൺ കണ്ടീഷൻ, ഒരു വ്യവസ്ഥ. യു ഗീവ് മീ, നീ എനിക്ക് തരണം. ട്വൈസ് മീൻ ഇരട്ടി, ആസ് മച്ച് അത്ര കണ്ട്, ഇഫ് യു ആർ റോങ്, നീ തെറ്റായി പറഞ്ഞു കഴിഞ്ഞാൽ. സെഡ് ദ സ്ട്രേഞ്ചർ. അപ്പൊ അപരിചിതൻ അവിടെ അദ്ദേഹത്തിന്റെ ഭാവി അറിയാൻ വന്ന അപരിചിതൻ, ഇവിടെ സ്ട്രേഞ്ചർ എന്നാണ് പറയുന്നത്, അപരിചിതൻ പറഞ്ഞു, ഞാൻ തരുന്ന ഒരാണയുടെ ഇരട്ടി നീ തരേണ്ടി വരും നീ തെറ്റായി പ്രവചിച്ചാൽ. അപ്പൊ ഇവിടെ ഒരു ചലഞ്ച്, ഒരു വെല്ലുവിളി, ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ എല്ലാം മുന്നിലേക്ക് വെക്കുകയാണ് അവർ തമ്മിൽ. നല്ല രസമാണ് അല്ലേ? അതായത് ഈ ജ്യോത്സ്യരും ഈ പ്രവചനം നടത്തുന്ന അദ്ദേഹം അത് അറിയാൻ വന്നവരുമായിട്ട് ഒരു ബെറ്റ് വെക്കുകയാണ്. ദിസ് പാക്ട് എന്ന ഉടമ്പടി, ഈ ഉടമ്പടി വാസ് ആക്സെപ്റ്റ്, അംഗീകരിച്ചു. ആഫ്റ്റർ എ ലിറ്റിൽ ഫർദർ ആർഗ്യുമെന്റ്, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറെ ആർഗ്യുമെന്റ് ഒക്കെ നടത്തി, വാദപ്രതിവാദമൊക്കെ നടത്തി, എന്നിട്ട് ഈ ഉടമ്പടി അവർ സമ്മതിച്ചു. ദ അസ്ട്രോളജേഴ്സ് സെൻഡ് ഇനി പ്രവചനം നടത്താനുള്ള ചില ക്രമീകരണങ്ങളാണ്. ഈ ജ്യോത്സ്യർ, ഈ പണിക്കര്, അസ്ട്രോളജർ സെൻഡ് പേപ്പറെ ഒരു പ്രാർത്ഥനയൊക്കെ നടത്തി ടു ഹെവൻ, സ്വർഗത്തിലേക്ക്, ആസ് ദ അതർ ലൈക്ക് ദ ചുരുട്ട്. അപ്പൊ മറ്റേ വ്യക്തി ഇത് കേൾക്കാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വായൊരു ചുരുട്ട് എന്നറിയില്ല, പണ്ടത്തെ പുകയിലുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സിഗരറ്റാണ്. ആ സിഗരറ്റ് കത്തിച്ച് വലിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇദ്ദേഹം ചില പ്രാർത്ഥനകളൊക്കെ, കവിടിയൊക്കെ നടത്തി, ഓരോ മന്ത്രോച്ചാരണമൊക്കെ നടത്തി. ദ അസ്ട്രോളജർ കോട്ട് എ ഗ്ലിംസ് ഓഫ് ഹിസ് ഫേസ്. അപ്പോൾ ഈ പണിക്കൽ ജ്യോത്സ്യൻ കോട്ട് എ ഗ്ലിംസ്, ഒരു നോട്ടം നോക്കി, ഓഫ് ഹിസ് ഫേസ് ബൈ ദ മാച്ച് ലൈറ്റ്. തീപ്പെട്ടി ഇയാളിങ്ങനെ ചുരുട്ട്, പിന്നെ തീപ്പെട്ടി ഒരുതിയിട്ട് കത്തിക്കുന്ന സമയത്ത് ആ മാച്ച് വെളിച്ചം, അഥവാ ആ തീപ്പെട്ടിക്കൊള്ളിയുടെ പ്രകാശധാരയിൽ ഇവന്റെ മുഖം പണിക്കര് ശ്രദ്ധിച്ചു. എന്താണ്? ദർ വാസ് എ പോസ് കാർ ഹൂട്ടഡ് ഓൺ ദ റോഡ്. ദർ വാസ് എ പോസ് ആസ് കാസ് ഹൂട്ടഡ് ഓൺ ദ റോഡ്. റോഡിലൂടെ കാറുകൾ ഇങ്ങനെ ഹോൺ അടിച്ചു പോകവേ ഒരു നിശബ്ദ. പോസ് മീൻ ഒരു നിശബ്ദ. ദർ വാസ് എ പോസ്, കാരണം ഇത് വഴിയോരയല്ല, വഴിയോര കാഴ്ചയാണല്ലോ. അപ്പോൾ ദർ വാസ് എ പോസ് ആസ് ദ കാർ സ്കൂട്ടഡ് ഓൺ ദ റോഡ്. ജഡക്ക ഡ്രൈവേഴ്സ്, കാറ് മാത്രമല്ല, ഈ കുതിരവണ്ടിക്കാർ, ജഡക്ക വലിക്കുന്ന ഡ്രൈവേഴ്സ് ഫോർ at their horses and bubble of the crowd agitated the semi darkness of the park. ഈ പാർക്കിന്റെ അർദ്ധ വെളിച്ചത്തിൽ ജടക്ക തൊളിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ചില കുതിരക്കാർ അവരുടെ സംഭാഷണം പ്രതിജ്ഞ ചെയ്യും, അല്ലെങ്കിൽ സ്വിയറിന്റെ പാസ്റ്റൻസ് ആണ്. ഡ്രൈവേഴ്സ് സ്വോർ അറ്റ് ദെയർ ഹോഴ്സസ്, തന്റെ കുതിരകളെ പ്രേരിപ്പിച്ചുകൊണ്ടും അല്ലെങ്കിൽ പ്രാഗി പറഞ്ഞുകൊണ്ടും, ബബിളി എന്ന പുലമ്പിക്കൊണ്ടും, ഓഫ് ദ ക്രൗഡ്, ജനാവലിയെ, ബബിൾ ഓഫ് ദ ക്രൗഡ്, എജിറ്റേറ്റഡ് അതൃപ്തി കാണിക്കുക, നീരസം കാണിക്കുക, ദ സെമി ഡാർക്ക്നെസ് ഓഫ് ദ ലൈഫ്. ഈ സമയത്ത് ദ അതർ പേഴ്സൺ, ആ സ്ട്രേഞ്ചർ, സാറ്റ് ഡൗൺ, അവിടെ കുത്തിയിരുന്നു. സക്കിങ് ഹിസ് ചുരുട്ട്, അവന്റെ ചുരുട്ട് വലിച്ചിങ്ങനെ ഉള്ളിലേക്ക് സിഗരറ്റ് വലിച്ചു പിടിച്ചുകൊണ്ട്, പഫിങ് ഔട്ട്, പുറത്തേക്ക് പുക തുപ്പിക്കൊണ്ട്, സാറ്റ് റൂത്ത്ലെസ്ലി, നിഷ്കരുണമായി അവിടെ അങ്ങനെ ഇരുന്നു അദ്ദേഹം. കാരണം ഇപ്പോൾ അറിയും ഭാവി എന്ന രീതിയിൽ ചുരുട്ട് വലിച്ച് പുക പുറത്തേക്ക് ഊതിക്കൊണ്ട് ഒരു നിഷ്കരണമായി അവിടെ ഇരുന്നു എന്നാണ്. ദ അസ്ട്രോളജർ ഫെൽറ്റ് വെരി അൺകംഫർട്ടബിൾ. ഇത്രയും ആയപ്പോഴേക്ക് ഈ ജ്യോത്സ്യർക്ക് എന്തോ ഒരു അസ്വസ്ഥത, അൺകംഫർട്ടബിൾ എന്ന് പറഞ്ഞാൽ ഒരു ഇഷ്ടമില്ല, ഒരു അസൗകര്യത ഫെൽറ്റ് തോന്നി അദ്ദേഹത്തിന്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത് ഇങ്ങനെ പ്രാർത്ഥനയൊക്കെ നടത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ പണിക്കർക്ക് ഒരു അൺകംഫർട്ടബിൾ തോന്നി. അദ്ദേഹം പറഞ്ഞു, ഹിയർ ടേക്ക് യുവർ അണ ബാക്ക്, നിന്റെ അണ നീ തിരിച്ചെടുത്തോ, നീ ഒരാണ് അവിടെ വലിച്ചെറിഞ്ഞല്ലേ, നിന്റെ അണ നീ എടുത്തോ. ഐ എം നോട്ട് യൂസ് ടു ബി സച്ച് സ്ഥലം, ഞങ്ങൾ ഈ ജ്യോത്സ്യന്മാർ ഇങ്ങനത്തെ വെല്ലുവിളിക്കും തയ്യാറല്ല, ഞങ്ങളെ പണി ചെയ്യുന്നു അത്രമാത്രം. ഐ ആം നോട്ട് യൂസ്ഡ് ടു പറഞ്ഞാൽ എനിക്ക് അങ്ങനെ പരിചയമില്ല, പതിവില്ല. സച്ച് ചലഞ്ച്, ഇങ്ങനെ വെല്ലുവിളി എന്ന് ഏറ്റിട്ട് പണിക്കന്മാര് ജ്യോത്സ്യം പ്രവചിക്കരുത് എന്നാണ് പറയുക. അതുകൊണ്ട് നിന്റെ അണ നീ എടുത്തോ. ഇറ്റ് ഈസ് ലേറ്റ് ഫോർ മീ ടുഡേ, എനിക്ക് ഇന്ന് നേരം സന്ധ്യയായി, വഴുകി, ഞാൻ വീട്ടിലേക്ക് പോകാൻ വഴുകിയിരിക്കുകയാണ്. ഇറ്റ് ഈസ് ലേറ്റ് ഫോർ മീ ടുഡേ.
ഹി മെയ്ഡ് പ്രിപ്പറേഷൻ, അവൻ തയ്യാറെടുപ്പ് നടത്തി ടു ബണ്ടിൽ അപ്പ്, ചുരുട്ടി കൂട്ടാൻ. തൻ്റെ സാമഗ്രികളും ബാഗും ഒക്കെ എടുത്ത് ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്, ഞാൻ നിന്റെ ഭാവി പ്രവചിക്കുന്നില്ല എന്ന് പറഞ്ഞു ചുട്ടി. അപ്പോൾ അപ്പോൾ മറ്റേ വ്യക്തി ഹെൽഡ് ഹിസ് റിസ്റ്റ്, അവൻ്റെ കൈക്ക് കയറി പിടിച്ചു, കൈബന്ധത്തിൽ കയറി കയ്യിൽ പിടിച്ചു. റിസ്റ്റ് പറഞ്ഞാൽ എന്താ, ഈ മണിബന്ധം ഇവിടെ പിടിച്ചു, കൈ പിടിച്ചു. എന്നിട്ട് സെഡ് പറഞ്ഞു, എന്താ, യു കാൻ ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ് നൗ, അങ്ങനെ നിനക്ക് ഇപ്പൊ കഴിച്ചിലാവാൻ പറ്റില്ല. യു കാൻ ഗെറ്റ് ഇറ്റ് ഔട്ട് ഓഫ് ഇൻ, യു ഡ്രാഗ്ഡ് മീ, നീ എന്നെ വലിച്ചിഴച്ചു, ഡ്രാഗ് ചെയ്യുന്ന വലിച്ചു കൊണ്ടുവരിക. ഇൻ വൈൽ, കുറച്ചു നേരം ഐ വാസ് പാസ്, ഞാൻ ഇതുവഴി വെറുതെ നടന്നു പോവുകയായിരുന്നു. ഈ കഴിനോട്ടക്കാരൊക്കെ അങ്ങനെയല്ലേ, വഴിയോരങ്ങളിൽ നടന്നു പോണവരെ പിടിച്ചു വലിച്ചു കൊണ്ടുവരും. അപ്പം നീ എന്നെ വശീകരിച്ചു, പിടിച്ചു വലിച്ചു കൊണ്ടുവന്നു, ഞാൻ ഇതുവരെ പാസിങ് കടന്നു പോയിരുന്നു. ദ അസ്ട്രോളജർ ഷിവേർഡ് ഇൻ ഹിസ് ഗ്രിപ്പ്, തന്റെ മുഷ്ടിയിൽ ആ അസ്ട്രോളജർ കടന്നിങ്ങനെ പെടയുകയാണ്, കൊതറുകയാണ്. ഷിവേർഡ് ഇൻ ഹിസ് ഗ്രിപ്പ് പറഞ്ഞാൽ ഇങ്ങനെ മുഷ്ടിയിൽ അവന്റെ. ആൻഡ് ഹിസ് വോയിസ്, അദ്ദേഹത്തിന്റെ സ്വരം ഷൂക്ക്, കുലുക്കി എന്നാണ്. ആൻഡ് ബിക്കെയിം ഫെയിന്റ്, ആകെ ക്ഷയിച്ചു. അവൻ പറഞ്ഞു, ലീവ് മീ ടുഡേ, എന്നെ ഇന്ന് വിടും. ലീവ് മീ ടുഡേ, ഐ വിൽ സ്പീക്ക് ടു ടുമോറോ, ഞാൻ വേണമെങ്കിൽ നാളെ നിന്റെ കാര്യം വന്നിട്ട് പ്രവചിച്ചു തരാം. ഇന്നെനിക്ക് സമയമില്ല സുഹൃത്തെ. ഐ വാണ്ട് ടു ഗോ ഹോം, എനിക്ക് വീട്ടിൽ പോകണം. ബിക്കോസ് ടൈം ഈസ് ടു ലേറ്റ്, യു പ്ലീസ് ലെറ്റ് മീ ടു ഗോ ടു മൈ ഹൗസ്, എൻ്റെ വീട്ടിലേക്ക് പോകാൻ നീ എന്നെ അനുവദിക്കുക. ഐ ഹാവ് നോ ടൈം ടുഡേ, യു പ്ലീസ് എന്ന് പറഞ്ഞു. ദ അതർ ത്രസ്റ്റ് ഹിസ് പാം ഇൻ ഹിസ് ഫേസ്, മറ്റേ വ്യക്തി അവൻ്റെ കൈപ്പത്തി വീണ്ടും തൻ്റെ മുഖത്ത് പൊത്തി അനുസരിച്ച് പറഞ്ഞു, ചലഞ്ച് ഈസ് ചലഞ്ച്, ചലഞ്ച് ഈസ് ചലഞ്ച്, വെല്ലുവിളി വെല്ലുവിളിയാണ് കുട്ട. ഒരാൾ വെല്ലുവിളിക്കാൻ പോയാൽ വെല്ലുവിളി ഏറ്റെടുക്കണം. ചലഞ്ച് ഈസ് ചെൽ, ഗോൺ, ഗോൺ മീൻ കണ്ടിന്യൂ, തുടര്. നീ എന്നോട് വെറ്റിവെച്ചതാണ്, ചലഞ്ച് ചെയ്താണ്, വെല്ലുവിളിച്ചതാണ്. ദ അസ്ട്രോളജർ പ്രൊസീഡ്, ആരംഭിച്ചു. വിത്ത് ഈസ് ത്രോട്ട് ഡ്രൈയിങ് അപ്പ്, അവൻ്റെ തൊണ്ടയ്ക്ക് ഒക്കെ പറഞ്ഞ് ഡ്രൈ അപ്പ് ചെയ്തിട്ട് പറഞ്ഞു തുടങ്ങി അദ്ദേഹം. ഇനി ഭാവി പ്രവചനം നടത്താൻ പോവുകയാണ് ഈ അപരിചിതന്റെ. എന്താ പറഞ്ഞത്, ദർ ഈസ് എ വുമൺ, നോക്കിയിട്ട് കണ്ടിട്ട് രാശിപ്രകാരം ഒരു പെണ്ണുണ്ട് നിന്റെ, ദർ ഈസ് എ വുമൺ എന്ന് പറഞ്ഞു നിർത്തി. അപ്പോഴേക്കും മറ്റേ പറഞ്ഞു, സ്റ്റോപ്പ്, നിർത്തു സിദ്ധാർത്ഥ, ഐ ഡോണ്ട് വാണ്ട് ആൾ ദാറ്റ്, എനിക്ക് അങ്ങനത്തെ ചവറൊന്നും കേൾക്കണ്ട. അതിപ്പോൾ ഏത് പെണ്ണും കുടുംബവും മരിച്ചായൊക്കെ എല്ലാ വീട്ടിലുണ്ടാവും. നിങ്ങൾ ജ്യോത്സ്യന്മാർ പറഞ്ഞു തുടങ്ങുക അങ്ങനെ തന്നെയാണ്. അതായത് നിന്റെ ജീവിതത്തിലേക്ക് ഒരു കീറാമുട്ടിയായിട്ടൊരു പെണ്ണുണ്ട് എന്ന് പറഞ്ഞ് വന്നപ്പോഴേക്കും മറ്റേ തടഞ്ഞു. സ്റ്റോപ്പ് സിദ്ധാർത്ഥ, ഐ ഡോണ്ട് വാണ്ട് ആൾ ദാറ്റ്, എനിക്ക് അങ്ങനത്തെ ഒന്നും വേണ്ട. എനിക്കറിയണ്ടേ, ഷാൽ ഐ സക്സീഡ് ഇൻ മൈ പ്രസന്റ് സെർച്ച് ഫോർ ഓർ നോട്ട്, അതാണ്. ഞാനിപ്പോൾ ഒരു അന്വേഷണമായി ഇറങ്ങി തിരിച്ചാണ്, ഒരു സെർച്ച്, ഞാൻ ഒരാളെ തിരഞ്ഞിറങ്ങിയതാണ്. അപ്പോൾ ഷാൽ ഐ സക്സീഡ്, ഞാൻ വിജയിക്കുമോ, അതാണ് എനിക്കറിയേണ്ടത്. ഷാൽ ഐ, നോട്ട് ഡൗൺ മൈ ഡിയർ സ്റ്റുഡൻറ്, ശ്രദ്ധിക്കുക, ഇതാണ് ഈ കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാവം. ഷാൽ ഐ സക്സീഡ്, ഞാൻ വിജയിക്കുമോ, ഇൻ മൈ പ്രസന്റ്, എൻ്റെ ഇപ്പോഴത്തെ സെർച്ച് മീൻ അന്വേഷണം, ഓർ നോട്ട്, അതോ ഇല്ലയോ, അത് പറഞ്ഞാൽ മതി. ആൻസർ ദീസ്, ഇതിന് ഉത്തരം എന്താ എനിക്ക് തോന്നുന്നു, എന്നിട്ട് നീ പോയിക്കോ. യു ക്യാൻ ഗോ, ഐ വിൽ ലെറ്റ് അലൗ യു ടു ഗോ ആഫ്റ്റർ സെയിങ് വെദർ ഐ വിൽ ബി സക്സീഡഡ് ഇൻ മൈ സെർച്ചിങ് എ പർട്ടിക്കുലർ പേഴ്സൺ. ഞാനൊരു വ്യക്തിയെ തിരഞ്ഞിറങ്ങിയതാണ്, ആ അന്വേഷണം പൂർത്തീകരിക്കുമോ, അതർവൈസ് അല്ലെങ്കിൽ ഐ വിൽ നോട്ട് ലെറ്റ് യു ഗോ, അല്ലെങ്കിൽ നിന്നെ ഞാൻ പോകാൻ അനുവദിക്കില്ല. ടിൽ യു ഡിസ്ഗോർജ് ആൾ യുവർ കോയിൻ, നിന്റെ സഞ്ചിയിലുള്ള പൈസയെല്ലാം പുറത്തെടുക്കുന്നവർ നിന്നെ ഞാൻ അനുവദിക്കില്ല. മകനെ ദുര്യോധന, നീ പോയിക്കോ, പക്ഷേ എൻ്റെ ഭാവി പറഞ്ഞിട്ട് പോ. ഞാൻ ഒരാളെയും തേടി ഇറങ്ങിയതാണ്, ഞാൻ ആരെ തേടി ഇറങ്ങിയോ അയാളെ ഞാൻ കണ്ടെത്താൻ ഞാൻ വിജയിക്കുമോ. ദ അസ്ട്രോളജർ മട്ടേഡ് പെർവൃത്തി എ ഫ്യൂ ഇൻകാന്റിനേഷൻ, ഈ ജ്യോത്സ്യർ എന്തൊക്കെയോ മന്ത്രജപങ്ങൾ നടത്തിയെന്നാണ്. ഇൻകാന്റിനേഷൻ എന്ന മന്ത്രജപം. ആൻഡ് റിപ്ലൈഡ്, എന്നൊരു മറുപടി പറഞ്ഞു. എന്താണ്, കുറേ മന്ത്രങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ ജ്യോത്സ്യന്മാർക്ക്, അവരുടെ ജ്യോത്സ്യ പ്രവചനത്തിന്റെ മന്ത്രങ്ങളെല്ലാം ഒരു വീട്ടുകാരൻ പറഞ്ഞു, ഓൾ റൈറ്റ്, ശരി, ഐ വിൽ സ്പീക്ക്, ഞാൻ പറയാം. ബട്ട് എന്നാൽ വിൽ യു ഗിവ് മീ എ റുപ്പി, നീ എനിക്ക് 1 രൂപ തരുമോ? ഇഫ് വാട്ട് ഐ സേ ഈസ് കൺവിൻസിങ്, ഞാൻ ധരിപ്പിക്കുന്നത് ശരിയാണെങ്കിൽ നീ എനിക്ക് 1 രൂപ തരുമോ? കൺവിൻസ് ആണ് ധരിപ്പിക്കുന്നത്. അതർവൈസ്, അല്ലെങ്കിൽ ഐ വിൽ നോട്ട് ഓപ്പൺ മൈ മൗത്ത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വാ തുറക്കില്ല. എൻ്റെ വാ തുറക്കണമെങ്കിൽ നീ എനിക്ക് 1 രൂപ തരുമോ? ആൻഡ് യു മേ ഡു വാട്ട് യു ലൈക്ക്, എന്നിട്ട് നീ എന്ത് വേണമെങ്കിൽ ചെയ്തോ. ആൻഡ് നീ എന്നെ കൊന്നോ, ആൻഡ് യു മേ ഡു എന്നാണ്, നിനക്ക് ചെയ്യാം, വാട്ട് യു ലൈക്ക്, നിനക്ക് എന്താ ഇഷ്ടമുള്ള ചിലപ്പോൾ ചെയ്തോ. ഞാൻ നിന്നോട് ക്ലെയിം ചെയ്യുന്നു, നീ എനിക്ക് 1 രൂപ വേണം. ആഫ്റ്റർ എ ഗുഡ് ഡീൽ, അങ്ങനെ കുറേ നേരം ഹാഗ്ലിംഗ് നടത്തിയിട്ട്, ഹാഗ്ലിംഗ് തന്നെ വിലപേശല്,
അവരങ്ങനെ ബാർഗെയിനിങ് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും വില പേശിയിട്ട് ദ അതർ എഗ്രീഡ്, മറ്റേ ആൾ സമ്മതിച്ചു. എന്താ ദ അസ്ട്രോളജർ സെഡ്, അസ്ട്രോളജർ പറഞ്ഞു, എന്താ പറഞ്ഞത്, നീ എനിക്ക് ₹1 തരികയാണെങ്കിൽ ഞാൻ എൻ്റെ വാ തുറക്കും, അല്ലെങ്കിൽ എൻ്റെ വാ തുറക്കില്ല, ഞാൻ അക്ഷരം നിന്റെ ഭാവിയെ കുറിച്ച് പറയില്ല. വീണ്ടും അവർ ചലഞ്ച് ചെയ്യാണ്, വെല്ലുവിളിക്കുകയാണ്, ഹാഗ്ലി നടത്തുകയാണ്. ദ എഗ്രി സമ്മതിച്ചു. ദ അസ്ട്രോളജർ സെഡ് പറഞ്ഞു, എന്താ പറഞ്ഞത്, യു വർ ലെഫ്റ്റ് ഫോർ ഡെഡ്. ഞാൻ ചോദിച്ചട്ടെ, നീ ചാവാൻ വിധിക്കപ്പെട്ടവനാണ്. യു വർ ലെഫ്റ്റ് ഫോർ ഡെഡ് എന്നാണ് എന്താ? നിന്നെ ആരോ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്, അങ്ങനെ നിന്നെ കൊല്ലാൻ ഉപേക്ഷിക്കപ്പെട്ടവനാണ് നീ മരിക്കാൻ ഉപേക്ഷിക്കപ്പെട്ടവനാണ്. യു ആർ ലെഫ്റ്റ് ഫോർ ഡെഡ്. അമേർ, ഞാൻ പറഞ്ഞ ശരിയല്ലേ? ഞാൻ പറഞ്ഞ ശരി. ടെൽ മീ മോർ. ശരിയാണല്ലോ, കൂടുതൽ ടെൽ മീ മോർ. എ നൈഫ് ഹാസ് പാസ് ത്രൂ യു വൺസ്. പണ്ടൊരാൾ നിന്നെ കൊല്ലാൻ വേണ്ടി ഒരു കത്തി നിന്നിലൂടെ ചൂണ്ടിയതല്ലേ? എ നൈഫ് എന്നറിയില്ലേ, കത്തി. ഹാസ് പാസ് ത്രൂ യു, നിന്നിലൂടെ കടത്തി വിട്ടതല്ലേ? വൺസ്, ഒരിക്കൽ. സെഡ് ദ അസ്ട്രോളജർ പറഞ്ഞു, ഗുഡ് ഫെലോ, എന്റെ നല്ല ചങ്ങാതി. ഹി പെയർഡ് ഹിസ് ചെസ്റ്റ് ടു ഷോ ദ സ്കാർ. ഇത് പറഞ്ഞപ്പോൾ മറ്റേ വ്യക്തി എന്ത് ചെയ്തറിയോ, അവന്റെ നെഞ്ച് കണ്ട് വലിച്ച് പൊളിച്ചിട്ട് ഒരു സ്കാർ കാണിച്ചു, ഒരു മുറിപ്പാട്, കത്തിയോണ്ട് കുത്തിയ മുറിപ്പാട്. അപ്പൊ ഇവനെ പണ്ടാരോ കത്തിയോണ്ട് കുത്തിയിട്ടുണ്ട്, എന്നിട്ട് ഇവനെ കൊല്ലാൻ ശ്രമിച്ചതാണ്. അപ്പോൾ ഇവൻ, നമ്മുടെ ജ്യോത്സ്യർ പറഞ്ഞത് കറക്റ്റാണല്ലോ. ഇവൻ അന്തം വിട്ടു. അവന്റെ ഷർട്ട് ഊരിയിട്ട് ഇവനെ സ്കാർ കാണിച്ചു കൊടുത്തു, ടു ഷോ. ശരിയാടാ, ശരിയാ. വാട്ട് എൽസ്? പിന്നെന്താ പറയാം. വാട്ട് യു ആർ സെയിങ് ഈസ് 100% കറക്റ്റ് ഓൺ മൈ കേസ്. നീ പറയുന്നതിൽ 100% ശരിയാണ്. വാട്ട് എൽസ്? പിന്നെന്താണ്? ആൻഡ് ദെൻ, എന്നിട്ട് വീണ്ടും ബാബ പറയാണ്, യു ആർ പുഷ്ഡ് ടു ദ വെൽ. എന്നിട്ട് അവൻ നിന്നെ ഒരു കിണറ്റിലേക്ക് തള്ളിയിട്ടില്ലേ? പുഷ്ഡ് ഇൻ ടു ദ വെൽ, കിണർ, നിയർ ബൈ ദ ഫീൽഡ്. ഒരു വയലിന്റെ തീരത്തുള്ള, ഒരു പാടത്തിന്റെ തീരത്തുള്ള ഒരു കിണറ്റിലേക്ക് നിന്നെ തള്ളിയിട്ട് അവൻ പോയതല്ലേ? നിന്നെ ഒരു കുത്തും കുത്തിയിട്ട് നീ ചാവാൻ വേണ്ടിയിട്ട് നിന്നെ ഒരു കിണറ്റിലേക്ക് തള്ളിയിട്ട് അവൻ പോയതല്ലേ? യു വർ ലെഫ്റ്റ് ഫോർ ഡെഡ്. അങ്ങനെ നിന്നെ ലെഫ്റ്റ് ഫോർ ഡെഡിനായി വിട്ടതല്ലേ? ചാവാൻ വേണ്ടി വിധിച്ചപ്പെട്ടവനല്ലേ നീ? ഇതാണ് പണിക്കന്മാരോട് കളിക്കണ്ട. എങ്ങോ നിന്നോ കയറി വന്നൊരു അപരിചിതന്റെ നടന്ന 100% കാര്യം ഈ ജ്യോത്സ്യർ പ്രവചിച്ചു. ഐ ഷുഡ് ഹാവ് ബീൻ ഡെഡ് ഇഫ് സം പാസർ ബൈ ഹാഡ് നോട്ട് ചാൻസ് ടു പീപ്പ് ഇൻ ടു ദ വെൽ. ശരിയാ മോനെ, അതുവഴി കടന്നുപോയ ഏതോ ഒരു വ്യക്തി കിണറ്റിലേക്കൊന്ന് എത്തി നോക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ അവിടെ കടന്ന് ചാവുമായിരുന്നു. മറ്റവൻ പറയാണ്, ഐ ഷുഡ് ഹാവ് ബീൻ ഡെഡ് എന്ന് പറഞ്ഞാൽ ഞാൻ വരിക്കപ്പെടേണ്ടവനായിരുന്നു. ഈ ഫെങ്കിൽ സം പാസർ ബൈ, ഏതോ ഒരു വഴിയോരക്കാരൻ, അതുവഴി പോയവൻ, പാസർ ബൈ എന്ന് കടന്നു പോയവൻ, ഹാഡ് നോട്ട് ചാൻസ് വെച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ടു പീപ്പ് ആൻഡ് ലുക്ക് ദ വെൽ. ഈ കിണറ്റിലേക്ക് ഒച്ചം വേണം കേട്ടപ്പോ ഒരുത്തൻ വന്ന് എത്തി നോക്കി. എക്സ്ക്ലെയിം ദ അതർ, മറ്റേയാൾ അത്ഭുതത്തോടെ പറഞ്ഞു. ഓവർവെൽമഡ് ബൈ എന്തോസിയാസം. ഇത്രയായപ്പോഴേക്കും അദ്ദേഹത്തിന് വല്ലാത്ത ആവേശം തോന്നി. എന്തോസിയാസം എന്ന് പറഞ്ഞാൽ ആവേശത്താൽ അതിർ കടർന്നിട്ട് അവൻ പറഞ്ഞു, വെൻ ഷാൽ ഐ ഗെറ്റ് അറ്റ് ഹിം. ശരിയാണ്, ആ വഴിയോരത്ത് കൂടെ കടന്നുപോയൊരു വ്യക്തി എന്നെ കിണറ്റിൽ നിന്ന് വലിച്ചു കയറ്റി, ഞാൻ അഷ്ടിച്ച് രക്ഷപ്പെട്ടു മരണത്തിൽ നിന്ന്. ചോദിക്കട്ടെ, എന്താ വെൻ ഷാൽ ഐ ഗെറ്റ് ഹിം? എനിക്ക് എപ്പോഴാണ് അവനെ കിട്ടുക? എനിക്ക് അവനെയാണ് വേണ്ടത്. ഞാൻ അവനെ തെരഞ്ഞിറങ്ങിയതാണ്. എന്നെ കൊല്ലാൻ വേണ്ടി ഇട്ടേച്ച് പോയ ആ വ്യക്തിയെ എനിക്ക് പിടിച്ച് കൊല്ലണം. ഞാൻ അവനെ തിരിച്ചിറങ്ങിയതാണ്. അതാ ഞാൻ നിന്നോട് ചോദിച്ചത്, ഞാൻ ആരെ തേടി ഇറങ്ങിയോ അവനെ എനിക്ക് കണ്ടുമുട്ടാൻ പറ്റുമോ ഇല്ലയോ എന്ന്. നീ അക്ഷരം പ്രതി വളരെ കറക്റ്റായിട്ട് ഭാവി പ്രവചിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, വെൻ ഷാൽ ഐ ഗെറ്റ് ഹിം? എപ്പോഴാണ് എനിക്ക് അവനെ കിട്ടാൻ പോകുന്നത്? ഹി ആസ്ക്ഡ്, ക്ലഞ്ചിങ് ഹിസ് ഫിസ്റ്റ്. അവന്റെ മുഷ്ടി ഇങ്ങനെ മുറുക്ക പിടിച്ചുകൊണ്ട് ഇങ്ങനെ പറയണം, ഫിസ്റ്റ്. അപ്പൊ അയാൾ പറയുക, എന്താണ് ജ്യോത്സ്യർ പറയുന്നത്? എപ്പോഴാ നിനക്ക് അവനെ കിട്ടുകയാണോ? ഇൻ ദ നെക്സ്റ്റ് വേൾഡ്. കുട്ടാ, നിനക്ക് ഇനി ഈ ലോകത്തിൽ നിന്നും അവനെ കിട്ടില്ല. അവൻ നിനക്ക് കിട്ടുകയാണെങ്കിൽ തന്നെ എന്താ അനന്തര ലോകം, സ്വർഗത്തിലോ നരകത്തിലോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ വെച്ച് കാണാൻ നിനക്ക് അവന്. ഇഹലോകല്ല, പരലോകത്ത് നിന്ന് നിനക്ക് അവനെ കാണാം. പരലോകം, ഇൻ ദ നെക്സ്റ്റ് വേൾഡ്.
ആൻസേർഡ് ഉത്തരം പറഞ്ഞത് അസ്ട്രോളജർ. പണിക്കർ പറഞ്ഞു, നിനക്ക് ഈ ഇഹലോകത്ത് നിന്ന് ഇനി അവനെ കിട്ടില്ല, പരലോകത്ത് നിന്ന് നമുക്ക് വേണമെങ്കിൽ അവനെ കണ്ടുമുട്ടാൻ നോക്കാം. അതെന്താ? ഹി ഡൈഡ് 4 months ago. കുട്ട, നിന്നെ കൊല്ലാൻ ശ്രമിച്ചവൻ 4 മാസം മുമ്പേ മരണമടഞ്ഞു. അവൻ ചത്തു, അവൻ ഡൈഡായി. 4 months ago ഇൻ എ ഫാർ ഓഫ് ടൗൺ. അങ്ങ് ദൂരത്തിലുള്ള ഒരു ടൗണിൽ വെച്ച് അവൻ മരിച്ചു എന്നാണ്. ഇൻ എ ഫാർ ഓഫ് ടൗണിൽ വെച്ച് മരിച്ചു കൂട്ട. പേടിക്കണ്ട, നിനക്ക് ഇനി ജന്മത്തിൽ അവനെ കിട്ടില്ല. യു വിൽ നെവർ സീ, നീ ഒരിക്കലും കാണുന്നില്ല എനി മോർ ഓഫ് ഹിം, ഇനി നിനക്ക് അവനെ കാണാനേ പറ്റില്ല. എനി മോർ ഓഫ് ഹിം. അയ്യോ. ദ അതർ ഗ്രോൺഡ് ഓൺ ഹിയറിംഗ് ഇറ്റ്. മറ്റേ ആൾ ഇത് കേട്ടപ്പോൾ ആകെ മുക്കി മുരണ്ടു. ദ അസ്ട്രോളജർ പ്രൊസീഡഡ്. അസ്ട്രോളജർ വീണ്ടും തൻ്റെ കാര്യം തുടർന്നു, അതായത് പ്രവചനം വീണ്ടും തുടർന്നു. മൈ ഡിയർ സ്റ്റുഡൻസ്, ഇത്രയുമാണ് ഈ 3ാം സെക്ഷനിലെ പാഠഭാഗത്തിലുള്ളത്. ബാക്കി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും വരും. ഒരിക്കൽ കൂടി പറയട്ടെ, PVN ഗ്ലോബൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ബെൽ ബട്ടണൊക്കെ അമർത്തി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം പുതിയ ഇംഗ്ലീഷ് സിലബസ് പ്രകാരമുള്ള പാഠങ്ങളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ വളരെ വ്യക്തമായി ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്തിരുന്നുണ്ട്. അത് കേട്ടാൽ മാത്രം മതി നിങ്ങൾക്ക് പരീക്ഷയ്ക്കുള്ള എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. തുടർന്നും വരുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾ സശ്രദ്ധം കേൾക്കുക. മാത്രവുമല്ല, NIOSുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷനോ അതുപോലെ അസൈൻമെൻറ്റ്, പ്രൊജക്റ്റോ ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ കോണ്ടാക്ട് നമ്പറുമായി വാട്സപ്പ് ചെയ്താൽ അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മറുപടി ലഭിക്കുന്നതാണ്. ഡോണ്ട് ഫോർഗെറ്റ് ടു കോണ്ടാക്ട് PVN Global. My contact number is 9387801833. Okay, wait for my next video.